ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ പരിവർത്തനാത്മക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ നാളെ. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽക്കാരാസും ഇന്ന് ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ പരിവർത്തനാത്മക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്രം, വിദ്യാഭ്യാസം, കായികം, സായുധ സേനകൾ എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ മികവ് പുലർത്തുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലക്ഷക്കണക്കിന് സ്ത്രീകളെ സംരംഭകരാകാനും അവരുടെ സ്വപ്നങ്ങൾ സ്വതന്ത്രമായി പിന്തുടരാനും മുദ്രാ വായ്പകൾ പ്രാപ്തരാക്കിയെന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. നിരവധി സംരംഭങ്ങളിലൂടെ സ്ത്രീകളുടെ സുരക്ഷയിലും ശാക്തീകരണത്തിലും സർക്കാർ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. മൃതദേഹം വഴിക്കടവ് മണിമൂളി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഇന്നലെ രാത്രിയാണ് വഴിക്കടവിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തു പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷാനു, യദു എന്നിവർക്കും ഷോക്കേറ്റു. പരിക്കേറ്റ കുട്ടികളിൽ ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും മറ്റേയാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ്. ഇരുവരും അപകടനില തരണം ചെയ്തു. വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ വെള്ളത്തിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം തികച്ചും ദാരുണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും വിഷയത്തിൽ വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം ദാരുണവും വേദനാജനകവുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുട്ടിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ എന്നത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സംഭവത്തിൽ വെള്ളക്കെട്ട് സ്വദേശി വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനീഷിന്റെ ഫോൺ കോൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷിക്കും. വിനീഷ് അനധികൃതമായി വൈദ്യുതി എടുത്തത് പന്നിയെ വേട്ടയാടാനാണെന്നും ഇയാൾ ഇതിനു മുമ്പും പന്നിയിറച്ചി വിൽക്കാറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് മലപ്പുറത്തെത്തി. സ്ഥാനാർത്ഥികളുടെ ഓരോ ദിവസത്തെയും കണക്ക് സംബന്ധിച്ച് ഈ മാസം 10, 13, 17 തീയതികളിൽ അദ്ദേഹം പരിശോധന നടത്തും. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ നാളെ നടക്കും. ഈ മാസം 19-ന് വോട്ടെടുപ്പ് നടക്കും. 23-നാണ് വോട്ടെണ്ണൽ. അതേസമയം നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച അനന്തു വിജയന്റെ വീട് LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് രാവിലെ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക സമുദ്രദിനം. ഭൂമിയിലെ സമുദ്രങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടാനാണ് എല്ലാ വർഷവും ജൂൺ 8 സമുദ്രദിനമായി ആചരിക്കുന്നത്. സമുദ്രസമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കുഫോസ് അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ് വകുപ്പ് മേധാവി ഡോക്ടർ അനു ഗോപിനാഥ് ആകാശവാണിയോട്. സമുദ്രങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം മലിനീകരണമാണ്. രാസമലിനീകരണവും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മലിനീകരണവും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതായിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മളുടെ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നം. സമുദ്രങ്ങൾ ഒരു അത്ഭുതമാണ്. പ്രത്യേകിച്ചും അവയുടെ വ്യാപ്തി, ജൈവസമ്പത്ത്, അതിന്റെ അടുത്തിട്ടില്ല നിഗൂഢമായ രഹസ്യങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഇന്നും പലതും നമുക്കൊരു അത്ഭുതമാണ്. ജൈവവും അജൈവവുമായ സമ്പത്ത് നമുക്ക് പൂർണ്ണമായ മനുഷ്യൻ ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം, തീർത്തും സുസ്ഥിരമായ രീതികളിലൂടെ. അതാണ് ഈ ഓഷ്യൻ ഡേയുടെ തീമിന്റെ സെക്കൻഡ് പാർട്ടായ സസ്റ്റൈനിങ് വാട്ട് സസ്റ്റൈനസ് എന്നതിലൂടെ നാം ലോകമെമ്പാടുമുള്ള ജനതയോട് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ ഇത്തരം പദ്ധതികൾ വരുമ്പോൾ തന്നെ നാം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മളുടെ ജൈവ സമ്പത്തിനെ, മത്സ്യങ്ങളുടെ ഒരു ലഭ്യതയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലായിരിക്കണം. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം നീണ്ടുനിൽക്കും.
മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനുമാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കി വരുന്നത്. ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൌജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണത്തിന് പിന്നാലെയുള്ള മഹാകുംഭാഭിഷേകം നടന്നു. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിക്ഷുക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഒരുമിച്ച് നടത്തിയത്. ക്ഷേത്ര മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, വില്ലുമംഗലം സ്വാമിയാർ യോഗത്ത് പോറ്റിമാർ തുടങ്ങിയവർ മുഖ്യാതിഥികൾ ആയിരുന്നു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. രാത്രി നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഒരു മാസക്കാലത്തോളം നീളുന്ന വൈശാഖോത്സവത്തിന് തിരിതെളിയുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഇന്ന് രാത്രി അക്കരെ കൊട്ടിയൂരിലെ സ്വയംഭൂവിൽ നെയ്യഭിഷേകം ചെയ്യുന്നതോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള വാൾ വൈകിട്ടോടെ എഴുന്നള്ളിച്ചു കൊണ്ടുവരും. രാത്രിയോടെ സ്ഥാനികർ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിച്ച് മൺതാലങ്ങളിൽ ചോതിവിളക്ക് തെളിയിക്കും. ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് അഷ്ടബന്ധം നീക്കി രാശി വിളിച്ച ശേഷമാണ് നെയ്യാട്ടം നടക്കുക. നാളെ പുലരും വരെ നെയ്യാട്ടം നീളും. ജില്ലയിലെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം. ജൂലൈ 4 തൃക്കലശാട്ടോടെ വൈശാഖോത്സവത്തിന് സമാപനമാവും. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോയുടെ സംസ്കാരം നാളെ മുണ്ടൂർ പരികർമ്മല മാതാ പള്ളിയിൽ നടക്കും. മുണ്ടൂരിലെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ പൊതുദർശനമുണ്ടാകും. തമിഴ്നാട്ടിലുണ്ടായ വാഹനാപകടത്തിലാണ് CP ചാക്കോ മരിച്ചത്. അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് പരിക്കേറ്റിരുന്നു. കുറഞ്ഞ ചെലവിൽ സുരക്ഷിത യാത്രകളുമായി കൊല്ലം KSRTC ടൂറിസം സെൽ. മൺസൂൺ പശ്ചാത്തലത്തിൽ കാടും വെള്ളച്ചാട്ടങ്ങളും കാണാൻ അവസരമൊരുക്കുന്ന പദ്ധതിയിൽ ഗവി, പൊന്മുടി, കന്യാകുമാരി, വാഗമൺ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്കാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത്. പദ്ധതിയെപ്പറ്റി കൊല്ലം KSRTC ബജറ്റ് ടൂറിസം സെൽ ജില്ലാ കോർഡിനേറ്റർ മോനായി GK. പച്ചപ്പുകൾ നിറഞ്ഞ കാനനങ്ങളും ജലസമൃദ്ധങ്ങളായ വെള്ളച്ചാട്ടങ്ങളും കാണാൻ അവസരമൊരുക്കുകയാണ് KSRTC കൊല്ലം ജില്ലാ ബജറ്റ് ടൂറിസം സെൽ. മൺസൂൺ യാത്രകൾ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്ന ജൂൺ മാസ കലണ്ടറിൽ ഉല്ലാസയാത്രകൾക്കൊപ്പം തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗവി, വാഗമൺ, മൂന്നാർ, കന്യാകുമാരി, ആതിരപ്പള്ളി, കുംഭാവുരുട്ടി, ഇല്ലിക്കൽക്കല്ല്, ഇലവീഴ, പൊഞ്ചിറ, മാംഗോ മെഡോസ്, പൊന്മുടി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് മഴയാത്രകൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവ കൂടാതെ മഴക്കാലത്ത് മാത്രം തുറക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ജൂൺ 10 മുതൽ 30 വരെ 12 യാത്രകൾ ജില്ലാ ടൂറിസം സെൽ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രകൃതിയുടെ പച്ചപ്പിന്റെ മനോഹാരിത മഴയുടെ അകമ്പടിയിൽ മലയാളിയുടെ പ്രിയപ്പെട്ട ആനവണ്ടി യാത്രയിലൂടെ ആസ്വദിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽക്കാരാസും ഇന്ന് ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കുക. വനിതാ ഡബിൾസ് ഫൈനൽ മത്സരത്തിൽ സാറ എറാനി, ജാസ്മിൻ പവലുനി സഖ്യം അന്ന ഡാലിനിന, അലക്സാണ്ട്ര ക്രോണിച്ച് സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കൻ ടെന്നീസ് താരം കൊക്കോ ഗൌഫ് കിരീടം നേടി. ലോക 1-ാം നമ്പർ താരം അരീന സബലങ്കയെയാണ് ഗൌഫ് പരാജയപ്പെടുത്തിയത്. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ക്യാമ്പയിന്റെ 11-ാം ദിനമായ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലുമായി ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, ആത്മ പത്തനംതിട്ട എന്നിവ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇടുക്കിയിലെ വണ്ടൻമേട് കൊച്ചര മയിലാടുംപാറയ്ക്ക് സമീപം കടുവ കുഴിയിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ അകപ്പെട്ടത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഭവം. കടുവയ്ക്കൊപ്പം ഒരു നായയും കുഴിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ പരിവർത്തനാത്മക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ 2ാം ഘട്ട റാൻഡമൈസേഷൻ നാളെ. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പെയിനിന്റെ കാർലോസ് അൽക്കാരാസും ഇന്ന് ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.